ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ടു ഷെഫിലാസ് ജിഞ്ചർ കിച്ചണേറ്റ്. ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലൂടെ കാണിക്കുന്നത് ഒരു റെസിപ്പിയും പിന്നെ ഞങ്ങളെ കുറച്ച് ആനിവേഴ്സറി വിശേഷങ്ങളുമാണ്. ഈ ഫെബ്രുവരി 17 ഞങ്ങളെ 11th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആഘോഷങ്ങളൊന്നുമില്ല, കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് റെസിപ്പിയും കൂടി കാണിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നതാവും, എന്നാലും പെട്ടെന്ന് എങ്ങനെ ഒരു വനില സ്പോഞ്ച് കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മളെ പാനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വനില സ്പോഞ്ച് കേക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വനില സ്പോഞ്ച് കേക്ക്. ഇത് നമുക്ക് പിന്നെ ഓവൻ ഇല്ലാണ്ട് തന്നെ നമ്മളെ പാനിൽ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ റെസിപ്പി നോക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വനില സ്പോഞ്ച് കേക്കിന് വേണ്ടിയിട്ട് 4 എഗ്ഗാണ് ഞാൻ എടുത്തത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ പൊട്ടിച്ച് കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ ഒഴിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 3/4 കപ്പ് നമ്മളെ മൈദ. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അളന്നിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വനില എസൻസ് ആണ്. അപ്പോൾ ആദ്യം ഈ ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക്, ഞാനിപ്പം ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത്, നിങ്ങൾക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഇതുപോലെ പതിപ്പിച്ചെടുത്താലും മതി. അതല്ല ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുകയാണ്. പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് വീണ്ടും വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 3/4 കപ്പ് മൈദ, പിന്നെ ഒരു മൂടി വനില എസൻസ് ചേർക്കുകയാണ് ഞാൻ ഇതിലേക്ക്. ഇനി മൈദ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ വെച്ച് മിക്സ് ചെയ്താലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ടോ കൈകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഞാനിതാ ഈ ഒരു പിന്നെ മൈദ ഈ എഗ്ഗിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം, ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാൻ. ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ വേറെ ഒന്നും ചേർക്കാനില്ല, എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി ഇത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പാനാണ്. നിങ്ങൾക്ക് ഇതുപോലെ കുഴിയുള്ള പാൻ എടുക്കാം, കുറച്ചും കൂടി പരന്ന പാനും എടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ എപ്പോഴും വേറൊരു ഫ്രൈ പാൻ ഇട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് ഈ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും നമുക്ക് പാനിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പിന്നെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ. അപ്പോൾ പാനൊക്കെ ഞാനിതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അതൊക്കെ ഒന്ന് ചൂടായി മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇത് കുക്ക് ചെയ്യരുത്, നല്ലപോലെ കുക്കായി കിട്ടൂല. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലിഡ് നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഞാൻ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവും. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കേക്ക് പിന്നെ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. അപ്പോൾ നല്ല പൊന്തി വരൂല കേക്ക്. അപ്പോൾ ഇത് ഞാൻ നല്ല കുഴിയുള്ള പാത്രം ആയതുകൊണ്ട് 40 മിനിറ്റ് എടുത്തു. നിങ്ങളെ കുഴി കുറയുന്നതിനനുസരിച്ച് 20 മുതൽ 40 മിനിറ്റാണ് ഈ കേക്കിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു കത്തി കുത്തി നോക്കിയത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അതിനർത്ഥം കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയ പാനിൽ നിന്നും കേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നല്ല ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
ഇനി കുറച്ച് ആനിവേഴ്സറി വിശേഷങ്ങളാണ്. അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാ കൊല്ലവും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാറുണ്ട്. അത് എല്ലാവരും എടുക്കുന്നതാവാം, പക്ഷേ ഞങ്ങൾ എല്ലാ കൊല്ലം അത് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് എടുക്കുക. ഇതുവരെയുള്ള എല്ലാ കൊല്ലങ്ങളിലും എടുത്തിട്ട് അത് ഞങ്ങൾ നമ്മളെ കല്യാണ ആൽബത്തിൽ വെക്കും. അതാണ് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇന്നും അതുപോലെ പുറത്തിറങ്ങാണ്ട എന്ന് വിചാരിച്ച ദിവസമായിരുന്നു. പക്ഷേ ഇക്ക പെട്ടെന്ന് വന്നത് കാരണം ഒന്ന് പുറത്തിറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല. ഡിന്നർ പുറത്തുനിന്ന് ആക്കാന്നേ പറഞ്ഞുള്ളൂ. അതുപോലെ ഡിന്നറിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. എന്നെ കൊണ്ടുപോയത് പിന്നെ ജുമേറ സൈഡിലുള്ള ഒരു മോളിലേക്കാണ്. അപ്പോൾ അത് പുതുതായിട്ട് ഓപ്പൺ ആയ ഒരു മോളാണ്. അതിൻ്റെ പേര് തന്നെ ദി മോൾ എന്നാണ്. നമ്മളെ ജുമേറ റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മോളാണത്. കുറച്ച് പുതുതായിട്ട് ഓപ്പൺ ആയത് കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു മോള്. അപ്പോൾ ഇതാണ് ആ മോള്. കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. ഒന്നാമത് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ലേറ്റ് ആയിട്ടുണ്ട്. 8-9 മണി ആയിക്കുന്നത് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് തന്നെ. മുൻകൂട്ടി പ്ലാൻഡ് അല്ലാത്ത കാരണം ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ പിന്നെ ഇതാണ് ആ ഒരു ഏരിയ. നല്ല നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഒരുപാട് ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ടോ കുഞ്ഞ് ഷോപ്സൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് പിന്നെ ഫുഡ് കോർട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇത് ടർക്കിഷ് വില്ലേജ് ആണ്. അപ്പോൾ അത് കണ്ടോ, അവരെ ആംബിയൻസ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ഈ കയറുന്ന എൻട്രൻസിൽ തന്നെയുള്ള ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഫ്രഷാണ്. നല്ല സ്മെല്ല് ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ സംഭവവും നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഒരു ആംബിയൻസും നല്ല രസമുണ്ട്. ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ പുറത്തുമുണ്ട്. എവിടെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ നമ്മൾ പുറത്താണ് ചൂസ് ചെയ്തത്. ഇത് കണ്ടോ, ഫുള്ള് ബൊഫേ പ്ലസ് ആലക്കാട്ടയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബൊഫേ പ്ലസ് ആലക്കാട്ട തന്നെയാണ് ചൂസ് ചെയ്തത്. പുറത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നേരെ വരുന്ന വ്യൂ എന്ന് പറയുന്നത് കണ്ടോ, ബുർജുൽ അറബിൻ്റെ ആ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. നല്ല രസമായിരുന്നു പുറത്തേക്കൊക്കെ കാണാൻ. അവർ ആ ഒരു റെസ്റ്റോറൻറ്റ് ആംബിയൻസ് കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്കൊക്കെ ഫുഡിന് വെയിറ്റിംഗ് ആണ്. ഇതാണ് മെനു കാർഡ്. എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ. നമ്മൾ മിക്സ്ഡ് ഗ്രില്ലും ഷീസ്താവുക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അവരെ മെനു കാർഡ്. ഇതാണ് മിക്സ്ഡ് ഗ്രില്ല്. ഡെസേർട്ട്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫസ്റ്റിൽ കുറച്ച് ഡിപ്സാണ് കൊണ്ടുവന്നത്. ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കഴിക്കാൻ. ഫ്രഞ്ച് ഫ്രൈസാണ് മൂപ്പര് ഓർഡർ ചെയ്തത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ആദ്യമൊക്കെ കുറച്ച് ഫ്രൈസും ഇല്ല. ഇത് സ്റ്റീംഡ് പൊട്ടാറ്റോസാണ്. എല്ലാ വെജിറ്റബിൾസും ഓൾമോസ്റ്റ് സ്റ്റീം ചെയ്തിട്ടാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒലിവ് ഓയിലിൽ നമ്മൾ ടൊമാറ്റോ സ്റ്റീം ചെയ്തതാണ്. ബ്രൊക്കോളി എല്ലാം ഉണ്ട്. അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായി. ബൗൾസ് എല്ലാം കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി. ഡിപ്സും ഹമൂസും കാര്യങ്ങളൊക്കെ, ബ്രെഡിൻ്റെ ഏരിയ, ഇതൊക്കെ ബൊഫയിൽ പെടുന്നതാണ്. സാലഡ്സ്. അവിടെ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാൻ. ഓൾറെഡി നമ്മൾ എത്തുന്ന സമയത്തും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത മിക്സ്ഡ് ഗ്രില്ല് അവർ ലൈവായിട്ട് നമ്മളെടുത്ത് തന്നെയാണ് പ്ലേറ്റിംഗ് ചെയ്യുന്നത്. ഇത് കണ്ടോ, എല്ലാ സംഭവങ്ങളും അവർ അവിടെ നമ്മളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് പ്ലേറ്റിംഗ് ചെയ്യുന്നത്. ചിക്കനും മട്ടനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ദുബായിൽ. ഗ്രില്ല് ടൊമാറ്റോസും ചില്ലീസൊക്കെ ആണ്.
അക്കുവിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആദ്യമേ വന്നിട്ടുണ്ട്. നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുത്തതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന് ഫ്രഞ്ച് ഫ്രൈസിനുണ്ടായിരുന്നു. ഇതാണ്ടോ മിക്സ്ഡ് ഗ്രില്ല് റെഡിയാണ്. ഇതാണ് ഷീസാവുക്ക്. അതിൻ്റെ കൂടെ ഒരു സാലഡും പിന്നെ വീറ്റ്, നമ്മൾ ബ്രോക്കൺ വീറ്റിൻ്റെ ഒരു ഡിഷും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ മട്ടനാണിത്. ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു. മട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക്. ഞാൻ മട്ടൻ അത്ര കഴിക്കില്ല, എനിക്ക് ചിക്കനോടാണ് ഇഷ്ടം. ഇക്ക കഴിക്കും മട്ടൻ. സ്പെഷ്യൽ മീറ്റ് ബോൾസ് എല്ലാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡെസേർട്ട് അടിപൊളിയായിരുന്നു. എല്ലാ ഡെസേർട്ടും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇതവരെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. നമ്മൾ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞപ്പോൾ അവരെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഇത് പംകിൻ്റെ ഒരു ഡെസേർട്ടാണ്. ഇത്തിരി ഹാർഡായിരുന്നു, പക്ഷേ ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തോ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. പേരൊക്കെ ഞാൻ ചോദിച്ചു വെച്ചിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. ഇക്ക പിന്നെ മെയിൻ കോഴ്സിനേക്കാൾ കൂടുതൽ ഡെസേർട്ടാണ് കഴിക്കുക. എപ്പോഴും ഡെസേർട്ടാണ് കൂടുതൽ ഇഷ്ടം. മധുരമുള്ളത് എന്തും ഇഷ്ടമാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റുമാണ്. മധുരം അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കും എന്താണെന്നറിയാൻ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഡെസേർട്ട്. ഇത് അവർ പേര് ഞാൻ ചോദിച്ചു വെച്ചതാണ്, പക്ഷേ ഞാൻ മറന്നുപോയി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര സോഫ്റ്റും പിന്നെ അതിൻ്റെ കൂടെ പിസ്താച്ചിയോ ആണ് അവർ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലർക്കൊക്കെ അറിയാൻ മതിയാവും ഇതിൻ്റെ പേര്, പക്ഷേ ഞാൻ പേര് മറന്നുപോയി. അങ്ങനെ പെട്ടെന്ന് ഓർക്കൂല. പെട്ടെന്ന് ഞാൻ പേരുകളും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ മറന്നുപോകും. അപ്പോൾ ഡെസേർട്ട് അക്കും കഴിക്കുകയാണ്. ഡെസേർട്ടിന് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ അവരത് ഓൾമോസ്റ്റ് ഫുള്ളാക്കി. ഇതും ഒരു അറബിക് സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊച്ചു ആനിവേഴ്സറി വിശേഷങ്ങളൊക്കെ ഇവിടെ തീരാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗും റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പോയ മോള്. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോഴാണ് എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസും നല്ല വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.